ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മൾ കിച്ചണിലെ ജോലികളാണെങ്കിൽ നമ്മളെ ഡെയിലി ജോലികൾ നമുക്ക് ഭയങ്കര ഈസി ആക്കാനും കുറേ സമയം നമുക്ക് ലാഭിക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ദിവസം ചെയ്തു വെക്കലുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലില്ലേ നമുക്ക് കുറേ സമയം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ വേറുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് വേറെ ഒരുപാട് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ അടുക്കളയിൽ കുറേ സമയം നിന്നിട്ട് നമുക്ക് ചിലവഴിക്കേണ്ടി വരില്ല. മാത്രമല്ല നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് ഈസിയാക്കും. കിച്ചൺ ഒരുപാട് അങ്ങ് വൃത്തികേടാകാതെ മോശമാക്കിയിടാതെ നമുക്ക് കുക്ക് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെയ്യുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. എന്നാലും ചെയ്യാൻ മടിയുള്ളപ്പോഴൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞിട്ട് എടുത്തു വെക്കും കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെക്കാറുണ്ട്. അത് നമുക്ക് കിച്ചണിലെ പാചകത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് സവാള അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ബോക്സിൽ എടുത്തു വെക്കാനാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഒരു ചിലപ്പോൾ ഗസ്റ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു 2 ആഴ്ചത്തേക്ക് എനിക്ക് സവാള ഉണ്ടാവും കേട്ടോ. അങ്ങനെ സവാളയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇറച്ചി ബീഫ് ചിക്കൻ മീൻ അങ്ങനത്തെ ഒക്കെ അല്ലേ, അത് ഞാൻ ഓരോ പോർഷനാക്കിയിട്ട് നമുക്ക് ഓരോ ദിവസവും വേണ്ടതെടുത്തിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഒരുപാട് ഒന്നിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കാതെ ആവശ്യത്തിനുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് തേങ്ങ ചിരകി വെക്കുക എന്നുള്ള കാര്യം കേട്ടോ. തേങ്ങ ഞാൻ നമുക്ക് അധികവും കറിയിലേക്കും എപ്പോഴും അല്ലെങ്കിലും ഇടക്കിടക്കൊക്കെ വേണ്ടി വരുന്ന സംഭവമാണിത്. എന്നെ സംബന്ധിച്ചോളം നല്ല മടിയുള്ള കാര്യമാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഇതുപോലെ കുറേ ചിലവാനല്ല മടി. നമുക്ക് ഇപ്പോൾ ഒരു കറി വെക്കണം, ആ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ തേങ്ങയും കൂടെ ചിരകണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഒരു 4 or 5 ഒക്കെ ചിരകി വെക്കലുണ്ട് കേട്ടോ. സമയത്തിനനുസരിച്ച് ചിരകി വെക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 5 തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോക്സിലേക്ക് ആക്കിയിട്ട് എടുത്തു വെക്കാണ്ട് ചെയ്യാം. ബോക്സിലേക്ക് ആക്കി എടുത്തു വെക്കുമ്പോൾ ഇങ്ങനെ ബോക്സിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് എടുക്കാൻ നേരിച്ച് കുറച്ചുകൂടെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് പുറത്തേക്ക് വെച്ചാൽ കിട്ടും. ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെക്കുക. ഫ്രിഡ്ജിൽ ഒരിക്കലും വെക്കരുത്. ഫ്രീസറിൽ വെച്ചാൽ 1 മാസത്തിൻ്റെ മേലെ നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് ഒട്ടും കേടോ ഒന്നും ഒരു വ്യത്യാസം ഒന്നും വരാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ വെക്കുന്ന ഇത് കണ്ടോ. അപ്പം ഞാൻ 2 ബോക്സിലേക്ക് ആക്കിയിട്ട് അടച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ളപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ കല്ല് പോലെ ആയിട്ടുണ്ടാവും, അതിങ്ങനെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ വടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ളത് ഈസി ആയിട്ട് കിട്ടും. ഇനി അല്ല ഒരു 5 or 10 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചാൽ അതിനേക്കാളും നല്ല ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചിരകിയത് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ അധികം പ്രസ് ചെയ്യേണ്ടെന്ന് പറയുന്നത് ഒന്നും കൂടെ ഇങ്ങനെ എടുക്കാൻ കുറച്ചുകൂടെ ഒരു ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെയ്തു വെക്കുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ എനിക്ക് കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ജസ്റ്റ് 1 മാസത്തേക്ക് എടുത്തു വെക്കും എന്നല്ല പറഞ്ഞത്, അത്രയും നമുക്ക് കേടുകൂടാണ്ട് ഇരിക്കുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഫ്രിഡ്ജിൽ വെക്കരുത്, ഫ്രീസറിലല്ല വെക്കണം. പിന്നെ ഞാൻ തേങ്ങ ചിരകുന്നത് കാണിക്കാതിരുന്നത് എൻ്റെ ഇങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് ചിരകുന്നത് അത് കേടായിപ്പോയി കേട്ടോ. ഇപ്പം ഇങ്ങനെ ബൈക്കിൽ ഇരുന്ന് പോകുന്ന പോലത്തെ അങ്ങനത്തെ ചിരകയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ അത് കാണിക്കാതിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സവാള നിങ്ങൾ തൊലി കളഞ്ഞിട്ട് വെക്കുന്ന സമയത്ത് തൊലി കളഞ്ഞ് വെക്കുക, കഴുകണ്ട. എന്നിട്ട് എയർ ടൈറ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ വെറുതെ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് വെക്കരുത്. നല്ല ടൈറ്റായിട്ട് ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും വേറെ ഒന്നിലേക്കും പോവുകയില്ല. അങ്ങനെ വെക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി
വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് വെക്കാം. ഞാൻ ഇത്ര പോകുന്ന പീസസ് ആക്കുന്നത് ഈ നമുക്ക് മീൻ കറി, ചിക്കൻ കറി അങ്ങനത്തതിലേക്കൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് വലിയ പീസൊന്നും വേണ്ടി വരില്ല. അപ്പോൾ വലിയ പീസ് എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഈ ഒരു പാകത്തിനുള്ള ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം പീസാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ്. ബോക്സിൽ ആക്കിയിട്ട് ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്തത് ക്ലീൻ ആക്കിയിട്ട് കഴുകി ക്ലീൻ ആക്കിയത് ഇതുപോലെ കട്ട് ചെയ്ത് ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കുക. സെയിം ബോക്സിൽ തന്നെ ഒരു ഭാഗത്ത് നമുക്ക് ഇഞ്ചി വെക്കാം, ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ഉള്ളിയില്ലേ, കൊച്ചുള്ളി, അത് വെക്കാം, ഒരു ഭാഗത്തേക്ക് വെളുത്തുള്ളി, ഇതൊക്കെ തൊലി കളഞ്ഞ് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുമ്പോഴത്തേക്കും അതിങ്ങനെ ആ ഒരു കട്ടി പോയിട്ട് വരും കേട്ടോ. അത്രയേ ഉള്ളൂ, നല്ല ഈസിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് വെക്കൂലേ, അതും ചെയ്യാറുണ്ട് കേട്ടോ. കുറഞ്ഞ അളവിൽ പേസ്റ്റ് ആക്കിയിട്ടും വെക്കും, അതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ടും വെക്കാറുണ്ട്. എനിക്ക് എല്ലാ കറിയിലേക്കും ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പ്രത്യേകിച്ച് മീൻ കറി അങ്ങനത്തേലേക്കൊന്നും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് അങ്ങനെ ആക്കി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ഞാൻ ഇതുപോലെ ബോക്സിലേക്ക് വെക്കുന്നുണ്ട്, അത്രയും മതി. ബാക്കിയുള്ളത് ഞാൻ ഇഞ്ചി പേസ്റ്റ് ആക്കാനാട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ഫ്രീസായിട്ട് കാണുന്നത് ഞാൻ ആദ്യം ചെയ്തതാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഇഞ്ചി കുറച്ചുകൂടെ അങ്ങനെ ചെയ്ത് വെച്ചേ ഉള്ളൂ. കുറേ നാളത്തേക്ക് ഇതുണ്ടാവും കേട്ടോ. നമുക്ക് ഇഞ്ചിയൊന്നും ഒരുപാട് വേണ്ടല്ലോ, ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. ഇനി ബാക്കിയുള്ളത് ഇതാ നന്നായിട്ട് ഡ്രൈ ആക്കണം കേട്ടോ. ഒരു ക്ലോത്തോ ഒരു ടിഷ്യൂലോ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. എൻ്റെത് ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇങ്ങനെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ആക്കിയെടുക്കണേ. വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. തൊലി കളഞ്ഞിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കില്ല, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഇഞ്ചി ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടല്ല, ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കുന്നുണ്ട്. എന്നിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിലർ ഉപ്പ് ചേർത്തിട്ട് അടിച്ചെടുക്കും, ചിലർ വിനാഗിരി ചേർത്തിട്ട് അടിച്ചെടുക്കും, ചിലർ ഓയിൽ ചേർത്തിട്ട് അടിച്ചെടുക്കും. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് അടിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പകുതി പോർഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് കഴിയുമ്പോൾ എടുത്തിട്ട് ബാക്കി ഒരു ബോട്ടിലേക്ക് എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ കേടായി പോകില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവുകയെ. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് നാളിരിക്കും കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഞാൻ പേസ്റ്റ് ആക്കാറില്ല. ചിലതിലേക്ക് ഞാൻ ചതച്ചിട്ട്, എനിക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചേർക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതും രണ്ടും കൂടെ പോകുന്നതുകൊണ്ട് എനിക്കിത് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവുകയെ. അതുകൊണ്ടാണ് ഞാനൊരു പ്രിസർവേറ്റീവ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, വിനാഗിരി ഉപയോഗിക്കാം, ഉപ്പ് ഉപയോഗിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് വേണമെങ്കിൽ ഇഞ്ചി ക്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓയിലാക്കി കൊടുത്താലും മതി കേട്ടോ. എനിക്കിപ്പോൾ ഇത് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ മിക്സീൻ്റെ ജാറ് പോലെ ഇരിക്കും അരയുന്നത്. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാം കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. ഫ്രീസറിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, മോശമായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ചോ. എന്നാൽ ഒരുപാട് നാൾ ഒരു വ്യത്യാസം പോലും ഇല്ലാതെ, ഒരു കേടോ ഒന്നും വരാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ പാചകത്തിന് എടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് ആ ഒരു ബോട്ടിലൊന്നും എടുത്ത് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെച്ചോ കേട്ടോ. അങ്ങനെ കേട് വരുന്നവരാണെങ്കിൽ, എനിക്ക് മോശം ആവാറില്ല, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കുക. അപ്പോൾ ഇഞ്ചി അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും സെയിം പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പച്ചമുളക് ഞാൻ പേസ്റ്റ് ആക്കാറില്ല, കഴുകി ക്ലീൻ ചെയ്തിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോക്സിലേക്ക് ആക്കിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യാനാട്ടോ ചെയ്യുക. ഇതിപ്പോൾ ഇന്നലെ കുറച്ച് സാധനങ്ങൾ, നമ്മൾ വീട്ടു സാധനങ്ങളിലെ ഗ്രോസറി ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊക്കെ ബാക്കിയുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളില്ലേ, ഇങ്ങനത്തെ ഓരോരോ കാര്യം എല്ലാം എന്താ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ തീർന്നിട്ടുള്ള ബോട്ടിലുകളൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക, സാധനങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അപ്പം ഞാൻ പറയുന്നത് ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം, പണികൾ തീർക്കുക എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരാഴ്ചത്തേക്കെന്നല്ല, നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ തീർന്നത് നോക്കണ്ട. അതുപോലെ തന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കഴിഞ്ഞു പോകും കേട്ടോ. ഒരുപാട് നാൾ നമുക്ക് ആ ഒരു നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കുണ്ടാവും, കുറച്ചുകൂടെ ഒന്ന് ഈസിയാക്കും. ഇതില്ലേ, ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇതുപോലെ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ
കണ്ടതാണ്. ഞാനിത് ഈ ഒരു ഇതില്ലേ, ഈ കുറുമുട്ടായി എന്നൊക്കെ പറയും ഇതിന് നമ്മളവിടെ, പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ സാധനം ഞാൻ ബാത്റൂമിൽ ഇട്ട് കൊടുക്കും കേട്ടോ. ബാത്റൂമിൽ നമ്മൾ ആ ഒരു വെള്ളം പോകുന്ന ആ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്താൽ പല്ലി ശല്യമല്ലേ. ഞാൻ ഒരുപാട് സംഭവം നോക്കിയിട്ട് എനിക്ക് എഫക്റ്റീവായിട്ടുള്ള ഐറ്റമാണ് കേട്ടത്. ഇത് ബാത്റൂമിൽ ഇട്ട് കൊടുത്താൽ പല്ലി എന്താ പറയുക, ഒരു 10 ഉള്ളത് 1 കുറയും. അത്രയും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ബാത്റൂമിൽ വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട. കുട്ടികളുള്ളവർ ശ്രദ്ധിക്കണേ, അവരെടുക്കുന്നതും കളിക്കുന്നതൊക്കെ. അപ്പോൾ സോപ്പ് അങ്ങനത്തതൊക്കെ എടുത്ത് വെച്ചു. സോപ്പ്, വിമ്മ്, സോപ്പ് പൊടി, അതൊക്കെ ഞാൻ ആ ഒരു ബക്കറ്റിലാക്കി എടുത്ത് വെക്കും. പിന്നെ ഇതുപോലത്തെ ഡെയിലി എടുക്കേണ്ട ചെറുപയർ, പരിപ്പ്, അങ്ങനത്തെ ഉപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതുപോലൊരു ബാസ്ക്കറ്റ് ഉണ്ട് ഞാൻ വർക്ക് ഏരിയയിൽ വെക്കുന്നത്. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെക്കുക. പെട്ടെന്ന് എനിക്ക് കൈ കിട്ടേണ്ട ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും. പിന്നെ സ്റ്റോർ ചെയ്യേണ്ട ഐറ്റംസ് സ്റ്റോർ ചെയ്തിട്ട് വെക്കും. അങ്ങനെയൊക്കെ. ഞാൻ സൺഫ്ലവർ ഓയിൽ അല്ല കേട്ടോ യൂസ് ചെയ്യുക. എനിക്ക് സൺഫ്ലവർ ഓയിൽ ഇഷ്ടമല്ല. ഞാൻ സാധാ ഓയിലില്ലേ, പാം ഓയിൽ, അതാണ് കേട്ടോ യൂസ് ചെയ്യുക. മന്തിയിലേക്കും അധികം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുക. ചില ഐറ്റംസിലേക്ക് നമുക്ക് ഓയിൽ വേണ്ടി വരില്ലേ, അതിനൊക്കെ ഞാൻ എടുക്കുന്നത് പാം ഓയിൽ തന്നെയാണ് കേട്ടോ. എല്ലാ ഐറ്റത്തിനും മന്തി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നമ്മൾ ആട്ടുന്നിടത്തുനിന്ന് വെളിച്ചെണ്ണ വാങ്ങൂലേ, ആ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുക. പിന്നെ ഇതാ റൈസ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറരി, മന്തിയരി അങ്ങനത്തൊക്കെ ഒന്നിച്ച് ഇങ്ങനെ കുറച്ച് വാങ്ങി വെക്കുകയാണ് കേട്ടോ ചെയ്യാം. ഇതൊക്കെ ഞാൻ വേറൊരു ടിന്നിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് വെച്ചു. ഇനി നമ്മൾ ഒഴിഞ്ഞിട്ടുള്ള കണ്ടെയ്നറിലെ അത് നമ്മൾ അപ്പം ഒഴിവാകുന്നതിനനുസരിച്ച് നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ കൂടെ ആ ഒരു കണ്ടെയ്നറും കൂടെ കഴുകി വെക്കണം, ബോട്ടിലും കൂടെ കഴുകി വെക്കുക. കഴുകി ഡ്രൈ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ സാധനം കൊണ്ടുവരുന്ന സമയത്ത് അത് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് നമുക്ക് അതൊരു പ്രത്യേക ഭംഗിയാണ്, ഒരു രസമാണ്. എല്ലാം എടുത്ത് ഒഴിവാക്കി കഴുകി ക്ലീൻ ചെയ്ത് എന്നിട്ട് ഫുൾ ഫില്ല് ചെയ്യുന്ന ഒരു സംഭവം. അത് ടൈമുള്ളവർ അങ്ങനെ ചെയ്യുക. ഇല്ല കുറച്ചുകൂടി ഈസി ഇങ്ങനെയാണ്, ഒരുപാട് അങ്ങനെ പണിയെടുക്കാനൊന്നും സമയം കിട്ടാത്തവരാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളുള്ളവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടെ യൂസ്ഫുള്ളാണ്, ഒന്നും കൂടി ഈസി ആക്കുക. കിച്ചണിലെ ക്ലീനിങ് കാര്യങ്ങൾ ഈസി ആക്കുന്നത് ഇതായിരിക്കും കേട്ടോ. ഒഴിയുന്നതിനനുസരിച്ച് അത് കഴുകി വെക്കുക. അത് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് അത് ഡ്രൈ ആയിട്ടുണ്ടാകും. അതിൻ്റെ സാധനങ്ങൾ നമ്മൾ ഫില്ലാക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ എല്ലാ ബോട്ടിലും നമുക്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എടുക്കുന്നതും വെക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കിച്ചണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് പോവും. അപ്പം ഞാനിതാ തീർന്ന ഐറ്റംസിലൊക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓയിലിൻ്റെ ബോട്ടിൽ ഓയിലുണ്ട്, വെളിച്ചെണ്ണ, അതൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കറി മസാലകളൊക്കെ ഉണ്ടാവില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ തീർന്നതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മുളക് പൊടിയൊക്കെ വലിയ കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ, അതിൽ നിന്ന് ചെറിയ ബോട്ടിലേക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പാചകത്തിൻ്റെ ഇടയിലൂടെ ഇതെടുക്കാൻ പോവുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തീർന്നു, അതെടുക്കാൻ പോവുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങ ചിരകാൻ പോവുക. അതൊക്കെ നമുക്ക് എക്സ്ട്രാ ഒരു ടൈം പോകുന്ന കാര്യമാണ്. എന്നാൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികൾ കുറച്ചുകൂടി കുറച്ചല്ല നന്നായിട്ട് ഈസി ആക്കുന്ന കാര്യം കൂടിയാണ് അല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ഇങ്ങനത്തെ ഭരണിയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കി വെക്കട്ടെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ. പിന്നെ നമ്മൾ ഇങ്ങനെ കറികൾക്കുള്ള മസാലകളില്ലേ, അതായത് സാമ്പാർ പൊടിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നവരില്ലേ, മീറ്റ് മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, നമ്മുടെ ഗരം മസാലപ്പൊടി, അതൊക്കെ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ വെക്കാൻ പോകുമ്പോൾ ബിരിയാണി മസാല ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു എക്സ്ട്രാ മടി കയറി വരും, എക്സ്ട്രാ ടൈമും അതിന് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ ആകുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്യാമെന്ന് ആലോചിക്കും, നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ഉണ്ടാവില്ലേ, അത് തിരഞ്ഞെടുക്കുക. ആ ഒരു ദിവസത്തിൽ ഞാനിപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് ആ ഒരു ദിവസത്തിൽ രാവിലെ മുതൽ രാത്രി വരെ ഏതെങ്കിലും ഒരു ടൈം നമ്മൾക്ക് ഫ്രീ ആവുന്ന കിച്ചണിലേക്ക് വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് ചെയ്തു പോവാണ് കേട്ടോ ചെയ്യുക. അല്ലാണ്ട് ഒരേ ഇരിപ്പിന് ഇരുന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ ഇതൊന്നും. ഓരോരോ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തിനനുസരിച്ച്, ഫ്രീ ആകുന്ന സമയത്തിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് പണികൾ ചെയ്യുകയാണെങ്കിലും അത് കുറച്ചുകൂടെ
നീറ്റായിട്ട് വലിച്ചു വാരി ഇടാതെ അത് ചെയ്യുന്നത് വൃത്തികേടാകുന്നത് അപ്പം ക്ലീൻ ചെയ്ത് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നത് നമുക്കൊരു ഭാരമായിട്ട് വരരുതല്ലോ. നമ്മൾ കുക്കിംഗ് ഈസി ആക്കാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാലും അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ഒരു ഭാരമായിട്ട് നമുക്ക് വരികയും ചെയ്യരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണം നമുക്ക് നോക്കി ചെയ്യാൻ. അധികം കിച്ചൺ മിസ്സാവാതെ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതാ എൻ്റെ ഈ ഒരു മസാല ബോക്സിൽ കുറച്ച് ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന പാചകം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐറ്റംസ്, ഈ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഐറ്റംസും ഇതിൽ തന്നെ ഉണ്ടാവും ഏറെക്കുറെ. അപ്പോൾ അത് ഫില്ലാക്കി കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതിൽ ഞാനെല്ലാം കടുക്, ഉലുവ, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ഗരം മസാല, കുരുമുളക്, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗരം മസാല ഞാനിപ്പോൾ എയർ ടൈറ്റുള്ള ഒരു ബോട്ടിലിൽ കുറച്ച് കൂടുതൽ പൊടിച്ച് വെക്കും. അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ സ്മെല്ലൊന്നും പോകുന്നില്ല അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കി വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിലുള്ള കുറച്ചാണ് ഞാനിതിലേക്ക് എടുത്ത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒരിക്കലും പോകുന്നില്ല കേട്ടോ. നമ്മൾ എയർ ടൈറ്റായി ആക്കി വെക്കാൻ മറന്നു പോകണ്ട. പിന്നെ ഇനി ചെറിയ ജീരകം, വലിയ ജീരകം, കടുക്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. ഈ ചെറിയ ജീരകം, കടുക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വെയിലുള്ള സമയത്തില്ലേ കുറച്ചധികം വാങ്ങിയിട്ട് കഴുകിയിട്ട് ഉണക്കി വെക്കും കേട്ടോ. ഉണക്കിയിട്ട് ഈ ഒരു ഡബ്ബയിൽ ഇട്ട് വെക്കും. എന്നിട്ട് തീരുന്നതിനനുസരിച്ച് അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ മഴയ്ക്കായി, ഇനിയിപ്പോൾ വെയിലൊക്കെ വന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ അവസാനം എൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ട്. ഇനി വെയിലാവുമ്പോഴത്തേക്കൊക്കെ അതുവരെയൊക്കെ എനിക്ക് കിട്ടും. ഇനി വെയിലാവുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ കഴുകിയിട്ട് ഉണക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്ത ആ ഒരു മഴ കഴിഞ്ഞ്, ഇപ്പം നമ്മൾ മഴ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ ആ മഴ കഴിഞ്ഞ് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതുണ്ടാവും. ശരിക്കും ഒരു സീസണിൽ വാങ്ങിയാൽ മതിയാവും കേട്ടോ. അത്രയും നമുക്ക് കുറേ നാൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ എന്താ പറയുക, പല ജാതി വളങ്ങളും കീടനാശിനികളും ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ കഴുകി യൂസ് ചെയ്താൽ നല്ലതല്ലേ. അങ്ങനെ തന്നെ കടയിൽ നിന്ന് വാങ്ങി അങ്ങനെ തന്നെ യൂസ് ചെയ്യാതെ. അപ്പോൾ ശരിക്കും ഇങ്ങനത്തതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളതൊക്കെ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ വാങ്ങി അങ്ങനെ യൂസ് ചെയ്യും. നമ്മുടെ ടൈം നമ്മളങ്ങനെ ഇതാക്കൂലല്ലോ, അതിന് വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തൂല. അപ്പോൾ അത് കുറച്ചുകൂടെ യൂസ്ഫുള്ളാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഒരുക്കി വെക്കട്ടെ. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചധികം സമയം എടുക്കും. നിങ്ങൾ അതൊന്നും അല്ലാതെ നോർമലി ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും കേട്ടോ കാര്യങ്ങൾ. ഞാൻ ഈ പറയുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ തക്കാളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. തക്കാളി ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇതുപോലെ അതിൻ്റെ ആ ഞെട്ട് ഭാഗമല്ലേ അതിങ്ങനെ താഴ്ത്തി വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് തക്കാളി കേടുകൂടാണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ അതിന് മേലെ വെച്ചാലും ഒന്നും സംഭവിക്കില്ല. കേടുകൂടാണ്ട് ഒരുപാട് നാൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് കഴുകിയിട്ടല്ല വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് എടുത്തു വെക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാൻ അന്നുള്ള ഐറ്റംസ് എടുക്കുമ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടി ഈസിയാക്കും കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കിച്ചണിലേക്ക് വേണ്ട, എനിക്ക് കുറച്ചുകൂടെ പാചകം ഈസിയാക്കുന്ന, എൻ്റെ പണികൾ കുറച്ചുകൂടി ഈസിയാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാവില്ല കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, അതിൽ നിന്ന് വ്യത്യാസമായിരിക്കും. അപ്പം അതെന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചിരകി തരാൻ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസിയല്ലേ, ആ കാര്യം നിങ്ങൾക്ക് നോക്കേണ്ടി വരില്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഐറ്റത്തിലൊക്കെ ഞാനിപ്പോൾ ഈ ചെയ്തത് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് യൂസ് ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നത്, എനിക്ക് പാചകത്തിൽ കുറച്ചുകൂടെ എന്നെ എളുപ്പമാക്കുന്ന ഈസിയാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിച്ചത് ഇപ്പോൾ മുഴുവനായിട്ടും. അപ്പോൾ നമ്മളെ
എടുത്തു വെക്കലും ക്ലീൻ ചെയ്യലും എല്ലാം അരക്കലും പൊടിക്കലും അങ്ങനത്തതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതുവരെ നമ്മൾ യൂസ് ചെയ്ത കിച്ചണും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പാചകമൊന്നും അല്ലല്ലോ ചെയ്തത്, അതുകൊണ്ട് വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഉള്ളത് ക്ലീനിങ് നമ്മൾ അപ്പം ചെയ്തു പോവുകയാണെങ്കിൽ അത് നമുക്കൊരു ഭാരമായിട്ട് വരില്ല കേട്ടോ. കിച്ചണൊക്കെ എപ്പോഴും നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാൻ രാവിലെ അരി കുതിർത്തിയിട്ട് റഫീഖാൻ്റെ അടുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതാ വൈകുന്നേരം കൊണ്ടുത്തന്നതാണ്. പൊടിപ്പിച്ചിട്ട് നമ്മൾ ഈ അരി വെള്ളത്തിൽ കുതിർത്ത് വാരിയിട്ട് നമ്മൾ മില്ലിലേക്ക് കൊടുത്തയക്കും. എന്നിട്ട് പൊടിച്ച് വറുത്ത് വാങ്ങുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം അങ്ങനെ ഇതാ ഒരു 10 കിലോ ആണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം കൊടുത്തത്. അപ്പോൾ ഇതാ 5 10, അപ്പോൾ അതും സെറ്റാണ്. അപ്പോൾ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മൾ ഒരുപാട് നാളത്തേക്കുള്ള ഒരുമിച്ച് പൊടിച്ച് വെക്കൂലേ. പത്തിരിപ്പൊടിയും ഇതുപോലെ ഞാനൊരു 10 15 അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. എന്നാലും നമുക്ക് ഒരുപാട് നാളുണ്ടാവും. നമ്മൾ ഒറോട്ടിപ്പൊടി, പത്തിരിപ്പൊടി, ഗോതമ്പ് പൊടി എല്ലാം മിക്സായിട്ടല്ലേ നമ്മൾ പോവുക. അപ്പോൾ ഇത് കുറച്ചധികം നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബക്കറ്റൊക്കെ ഞാൻ രാവിലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഞാൻ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും ഒക്കെ ഫ്രിഡ്ജ് ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് എടുക്കും. ഒന്ന് വെള്ളം നനച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ടുള്ള ക്ലോത്ത് എടുക്കും. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളൊന്നും വലിച്ച് പുറത്തിടേണ്ട കാര്യമൊന്നുമില്ല. ഓരോരോ ലെയർ ഓരോരോ റാക്കിൽ ഞാൻ വെച്ചിട്ടുള്ളത് അത് ഒന്ന് താഴത്തേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഭാഗം ഒന്ന് തുടച്ചെടുക്കാനോട്ടെ ചെയ്യുക. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ നമ്മൾ എന്തെങ്കിലും ഞാൻ ബോക്സുകൾ വെക്കുമ്പോഴും പാത്രങ്ങൾ വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് വെക്കുക. ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടൊക്കെയാണ് വെക്കുക. അപ്പോൾ വല്ലാണ്ട് വൃത്തികേടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. എന്നാലും ഇതും കൂടെ ഒന്ന് ചെയ്താലേ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊരു വെറ്റാക്കിയിട്ടുള്ള തോർത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. നമ്മൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ വെക്കുന്നതല്ലേ, ഇങ്ങനത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം വെക്കുന്നതല്ലേ. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കാര്യത്തിൻ്റെ കൂടെ തന്നെ അതും നീറ്റാക്കിയിടണം. ചില വീട്ടിലൊക്കെ നമ്മൾ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ തുറക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും, ആ ഒരു അവസ്ഥയിലുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം കിച്ചൺ എല്ലാം നമ്മൾ നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും, ഫ്രിഡ്ജ് നമ്മൾ തൊട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിലേ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈമൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇതും അങ്ങ് കഴിഞ്ഞു പോകും. ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ കേട്ടോ. സാധനങ്ങളൊന്ന് മേലത്തെ തട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് അത് അങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെക്കുക, അതിനടുത്ത റാക്ക് തുടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുന്നേ ഞാനുള്ളൂ കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ക്ലീനിങ് നടക്കും. ഒരു എന്താ പറയുക, ഒന്നിങ്ങനെ ഓടിച്ച് പോയാൽ മതിയാവും. അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ വലിയൊരു പണിയാണ് അതിലൂടെ നമുക്ക് തീർന്ന് കിട്ടുന്നത്. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, എന്നാലേ എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഒരാഴ്ചത്തേക്കും അല്ല, പക്ഷേ എന്നാലും ഒരാഴ്ചത്തേക്ക് നമുക്ക് നോക്കേണ്ടേ വരില്ല. പിന്നെ അതിലേക്ക് വെക്കുന്ന ഐറ്റംസൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടും വെക്കുക. അതായത് കണ്ടെയ്നറിൽ നമ്മൾ കറിയൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും ആവാതെ, ഇനി എടുക്കുന്ന സമയത്തും അതിലൊന്നും അവിടെയൊന്നും ആവാതെ അതിൻ്റെ ബോക്സിൽ തിരിച്ച് വെക്കുമ്പോഴും ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ എപ്പോഴും നമ്മൾ ഫുഡ് ഐറ്റംസ് വെക്കുകയാണെങ്കിൽ തന്നെ ആ വെക്കുന്ന ഒരു ഏരിയയിൽ മാത്രം ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ എടുക്കാതെ നമ്മൾ വലിയ കാര്യത്തിൽ വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിൽ എടുക്കാതെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അത് ബാഡ് സ്മെല്ലൊക്കെ വന്ന് കിച്ചൺ ഫ്രിഡ്ജ് മോശമാവാനും ഒക്കെ കാരണമാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എന്നും അത് ചെക്ക് ചെയ്തിട്ട് വെച്ചത് എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ മറന്നു പോകും, പക്ഷെ അത് വെച്ചത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാനും വെക്കാനും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ കുറച്ച് ഇപ്പോൾ ഒരാഴ്ച എന്ന് ഞാൻ പറയുന്നത് അതിൽ കൂടുതൽ ദിവസത്തേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ വിട്ടുപോയവർ, മറന്നുപോയവർ അല്ലെങ്കിൽ മടി പിടിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കുറേ പേര് കാണാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാനത് ചെയ്തോളണം എന്നില്ല കേട്ടോ. അപ്പോൾ അത് മിസ്സായി പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.